സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷിൽ സ്പെല്ലിങ്ങുകൾ എങ്ങനെ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ടെലിഫോൺ സംഭാഷണം ശ്രദ്ധിക്കാം. ഹലോ, ദിസ് ഈസ് ജസ്റ്റിൻ തോമസ്. ഐ എം കോളിംഗ് ഫ്രം രാഹുൽസ് ഓഫീസ്. യെസ് സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? I would like to book a ticket for my boss Rahul to Mumbai on tomorrow's flight. Sure, sir. Could you please confirm the registered email ID of Mr. Rahul? Sure. It's rahul@gmail.com. Could you spell it, sir? Sure. It's R for rascal, A for abnormal, H for hell, U for ugly, and L for loser. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയാണ് സ്പെല്ലിങ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോസ് രാഹുൽ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി തീർച്ചയായിട്ടും പോയിരിക്കും. കാരണം എന്താണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം നിങ്ങൾ സ്പെല്ലിങ് വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ അല്ല അത് പറയേണ്ടത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്, നമ്മൾ സ്പെല്ലിങ്ങുകൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു വേർഡ് പറയുന്നതാണ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ രീതി ശരിയല്ല, നിങ്ങളുടെ ജോലി പോകും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുവായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ച് സ്പെല്ലിങ് പറയുന്ന ഒരു രീതിയുണ്ട്. അതിന് നാറ്റോ ഫോണറ്റിക് ആൽഫബറ്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പേര് ഇൻ്റർനാഷണൽ റേഡിയോ ടെലിഫോണി സ്പെല്ലിംഗ് ആൽഫബറ്റ് എന്ന് പറയും. അപ്പോൾ നാറ്റോ എന്താണെന്ന് നമുക്കറിയാം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്, ഒരു മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, നമുക്കറിയാം. അപ്പോൾ നമുക്ക് പലപ്പോഴും മറ്റൊരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എന്നും എമ്മും തമ്മിൽ മാറിപ്പോകും, അല്ലെങ്കിൽ എഫും എസും തമ്മിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് എങ്ങനെയാണ് സ്പെല്ലിങ് പറയേണ്ടതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ആൽഫബറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് വേർഡ്സ് ആണ്, എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി സാധാരണ ആൽഫബറ്റിന് പകരം ആ വേർഡാണ് സാധാരണ പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. എ ആൽഫ, ബി ബ്രേവോ, സി ചാർലി, ഡി ഡെൽറ്റ, ഇ എക്കോ, എഫ് ഫോക്സ്ട്രോട്ട്, ജി ഗോൾഫ്, H hotel, I India, J Juliet, K kilo, L Lima, M Mike, N November, O Oscar, P Papa, Q Quebec, R Romeo, S Syra, T Tango, U uniform, V Victor, W whiskey, X X-ray, Y Yankee, Z Zulu. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇസഡിന് സി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം മറ്റ് ചില പ്രധാന കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ട് നമ്മൾ സീറോ എന്ന് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. അവർ സീറോ എന്ന് പറയാറില്ല, അവർ O എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 704, അപ്പോഴവരെങ്ങനെയാണ് പറയുന്നത്? 704 എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിജിറ്റിനിടയ്ക്ക് O വന്നെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അത് അവർ സീറോ എന്നതിന് പകരമാണ് ആ O ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാഷ്, അതിന് നമ്മൾ ഹൈഫൻ എന്ന് പറയാം, ഡാഷ് എന്ന് പറയാം. മറ്റൊന്ന് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നതിന് മിക്ക സ്ഥലങ്ങളിലും പീരിയഡ് എന്നാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇനി അക്ഷരങ്ങൾ ഒറ്റയ്ക്ക് പറയാറില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടെ രാഹുൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ rahul@gmail.com എന്ന് പറഞ്ഞു. അപ്പോൾ ജിമെയിൽ എല്ലാവർക്കും പറയാം. അപ്പോൾ രാഹുലിൻ്റെ കുഡ് യു സ്പെൽ ദാറ്റ് പ്ലീസ് എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. റോമിയോ ആൽഫ ഹോട്ടൽ യൂണിഫോം ലിമ.
അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോഴവിടെ അടുത്ത സൈഡിലുള്ളവർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോഴേ നമ്മൾ ഈ പഠിച്ച ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ജോലിയിൽ 100% അത് ഉപയോഗം ഉണ്ടാകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതിപ്പോഴേ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു. ഇത് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഒന്നാണ്. ഇത് ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ, ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ സാധാരണ അവർ നേഴ്സറിയിൽ തന്നെ ഇത് പഠിക്കുന്നതാണ്. നമ്മൾക്ക് ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോഴേ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള എൻ്റെ ചാപ്റ്ററുകൾ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത് മുതലുള്ള ചാപ്റ്ററുകളുണ്ട്, നിങ്ങൾ അങ്ങനെ പഠിക്കുക. ഓരോ ചാപ്റ്ററും ഒരു 10 തവണയെങ്കിലും പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഓരോ ചാപ്റ്റർ ഉണ്ടാക്കാനും 3-4 മണിക്കൂർ ഞാൻ ചിലവഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു ഹെൽപ്പ് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ മിനിമം ഒരു 5 സുഹൃത്തുക്കൾക്ക് ഈ പാഠം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.